ഇവിടെ ഉള്ള ഒരുത്തിനോട് ഞാൻ കുളിക്കാനുള്ള ഒരു വെള്ളം കുളിമുറി കൊണ്ടുവച്ചരാൻ പറഞ്ഞു. ആര് കേൾക്കാന്? ഇതുവരെ അതിന്റെ ഏലും മാലൊന്നും കേൾക്കായി. കൊണ്ടച്ചോ ഇല്ല ഒന്നും അറിയില്ല. എടി ജംഷി, ജംഷി, എന്തുമ്മ? അല്ല, എന്നോട് ഞാൻ കുളിക്കാനുള്ള വെള്ളം കുളിമുറി കൊണ്ടുവെക്കാൻ പറഞ്ഞിരുന്നില്ല. അത് കൊണ്ടച്ചോ? ഞാൻ കുളിമുറി കൊണ്ടുവച്ചിക്കണല്ല. അതൊന്ന് തൊള്ള തുറന്നുങ്ങാണ്ട് എന്നോട് പറയാൻ എന്തത്ര എനിക്ക് മടി. അന്റെ മുത്തു കൊയ്യ തൊള്ളയത്തെ. നാട്ടുകാരോട് മൊത്തം നടന്നിട്ട് അനക്കൊരു കുഴപ്പമില്ല, എന്റെ കുഞ്ഞിനാണ് കുഴപ്പം പറയാൻ എനിക്ക് ഭയങ്കര നാവാണല്ല. ഇല്ലാത്തൊന്നും പറയില്ല. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇക്കാക്കാണ് കുഴപ്പമെന്നുള്ളത്. അനക്കിപ്പോ ഇന്റെ നേരെ നാവ് നീട്ടാനായ 10-14 കൊല്ലമായിട്ട് എന്റെ കുട്ടിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. മൊച്ചി മൊച്ചി. ഹലോ ഉമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ല എല്ലാവർക്കും അവിടെ? ഇവിടെ പാർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ പുതിയൊരു വിശേഷമുണ്ട്. എൻ്റെ അനിയൻ സൽമാന്റെ കല്യാണം നോക്കുന്നുണ്ട്. ആ ബ്രോക്കർ ബാവാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു കാര്യം ഒത്തു വരികയാന്നുണ്ടെങ്കിൽ അത് നടത്തണം. അത് നല്ല കാര്യാണല്ലോ. ജംഷിക്ക് അവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടും ആവുമല്ലോ. ഇതാപ്പൊ നല്ല കാര്യം. പിന്നെ എന്റെ ജംഷിക്ക് കൂട്ടിന് വേണ്ടിട്ടല്ല ഇപ്പൊ ഞാൻ എന്റെ കുട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. ഞാനേ ഇക്കൊരു പേരക്കുട്ടിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ കുട്ടിനെ ഏതായാലും ഞാൻ ഈ ജന്മത്ത് കളിപ്പിക്കലുണ്ടാവില്ല. എന്നോടാണെങ്കിൽ ഓളെ ഒഴിവാക്കാൻ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ വെച്ചല്ല. ഉമ്മ, അത്ര പെട്ടെന്ന് ഒഴിവാക്കാനേ അവൾക്ക് കോഴിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ അല്ല, എന്റെ ഭാര്യയാണ്. എന്നാ ശരി, ഞാൻ വെക്കാണ്. ഞാൻ പിന്നെ വിളിക്കാം. കെട്ടിയോള് പറഞ്ഞപ്പോ എനിക്ക് പൊള്ളി. എന്നാലും എനിക്ക് എന്റെ സങ്കടം കാണാൻ പറ്റൂല. തലയണ മന്ത്രം ഓതിക്കൊടുത്ത് എന്റെ കുട്ടിനെ ഒരു വിധമാക്കി. നീ വന്നോടാ? 2 ദിവസത്തെ ടൂർ നല്ലോ അടിച്ചു പൊളിച്ചില്ലടാ? പിന്നെ അല്ല, അടിച്ചു പൊളിച്ചില്ലേ. ആ ബ്രോക്കറെ ബാവ ഒരു പെൺകുട്ടിന്റെ ഫോട്ടോ വിട്ട് തന്നിരുന്നു. ഒന്ന് നോക്കിയ ഫോട്ടോ. കാണട്ടെ. സൽമാനെ, ഇതെന്താ ഈ കാട്ടുന്നത്? ഈ ഫോട്ടോ ഞോൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ കല്യാണം മുടങ്ങാനാണ്? അതെങ്ങനെ ഉമ്മ? അതൊക്കെ ഉണ്ട്. ഈ നിർഭാഗ്യമുള്ളവരെ കണ്ണ് പെട്ടാൽ തന്നെ കല്യാണമൊക്കെ മുടങ്ങിപ്പോവും. ഉമ്മ ഒന്ന് പോയേ. നിങ്ങൾ കാണി. വേണ്ടടാ, ഇപ്പൊ ഞാൻ കണ്ടിട്ട് എന്റെ കല്യാണം മുടങ്ങണ്ട. എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം. ഇത്താക്കതില്ല. അല്ലോ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ല മഹാറാണി. നീയിപ്പോ ഇത്താനും മനസ്സ് ശരിയില്ല. ഇത്ത കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ഒരു കുഞ്ഞെന്ന സ്വപ്നം ഈ പെണ്ണിന് സഫലമാകുമോ? കാണാം നമുക്ക് ഇവളുടെ ജീവിതം.